ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല എഗ്ഗ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ തയ്യാറാക്കുന്ന ഒരു ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 3 ടേബിൾ സ്പൂണോളം നമുക്ക് മാറ്റി വെക്കണം. എന്നിട്ട് ആ ഭാഗത്തേക്ക് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1/4 കപ്പാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോക്കോ പൗഡർ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2-3 തവണ അരിക്കണമെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. കാരണം അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. അപ്പോൾ ഇത് അരിച്ചെടുത്തു. കണ്ടില്ലേ, ഇതുപോലുള്ള വലിയ പാർട്ടിക്കിൾസ് ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കാതെ കേക്ക് ഉണ്ടാക്കിയാൽ കേക്ക് അധികം പൊങ്ങി വരില്ല, സോഫ്റ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് ഓയിൽ എടുത്തു. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഒരല്പം മധുരം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ്. അപ്പോൾ ഈ ഹാൻഡ് വിസ്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതില്ലാത്തവർക്ക് ഫോർക്കോ സ്പൂണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയാലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഓക്കെ, പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടി ആഡ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഇടരുത്, ബാച്ചായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് കംപ്ലീറ്റ് യോജിക്കണം എന്നില്ല അടുത്ത ബാച്ച് ഇടാനായിട്ട്. അപ്പോൾ ഓവർ മിക്സിങ് ആയി പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം അടുത്ത ബാച്ച് ഇടുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാ പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇത് നല്ല ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ 1/4 കപ്പാണല്ലോ ടോട്ടൽ എടുത്തത്. അതിൽ 1/2 കപ്പ് പാലേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരല്പം തിക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 1/2 കപ്പ് പാലും പ്ലസ് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കേക്ക് റെഡിയാക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പാന് പ്രീ ഹീറ്റ് ചെയ്തിട്ടേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഒരു 3/4 മണിക്കൂർ നമുക്കിത് വെച്ച് കൊടുക്കാം. കേക്ക് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള സോസ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിതാ ഒരു അടി കട്ടിയുള്ളൊരു പാൻ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതധികം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതി, കാരണം കേക്കിലൊക്കെ ഓൾറെഡി മധുരം ഉള്ളതാണല്ലോ. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഓക്കെ, ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, കാരണം ഇത് പെട്ടെന്ന് തിക്കാവും, കോൺഫ്ലോർ ഉള്ളതല്ലേ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി പോവും. അപ്പോൾ ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്തെ എടുക്കുമ്പോൾ നല്ല തിക്കാണെങ്കിൽ ഒരല്പം മിൽക്ക് ആഡ് ചെയ്താൽ മതി, അപ്പോൾ ഒന്ന് ലൂസ് ആയിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേക്ക് അവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ കേക്കിൻ്റെ സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആരും തുറന്ന് നോക്കരുത്. മിനിമം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് കറക്റ്റ് 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയ ശേഷം ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റിൻ്റെ സോസ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കേക്ക് ഓൾറെഡി മധുരമായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ സിറപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാണ്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ മേലെന്ന് താഴോട്ട് ഇങ്ങോട്ട് ആക്കിയെടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓവനും ബീറ്ററും ഇല്ലാത്തവർക്ക് മാത്രമല്ല, മുട്ടയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക്, ക്രീം അവൈലബിൾ അല്ലാത്തവർക്ക് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.